എൻ്റെ ബാക്കിലുള്ള വഴിയുണ്ടാ. നിങ്ങൾ വിചാരിക്കും ഇവിടെ ഏത് കാട്ടുമുക്കിലാണ് പോയി നിൽക്കണേന്ന്. പക്ഷെ ഇത് കാട്ടുമുക്കൊന്നല്ല. ഇനി സ്ഥലം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒറ്റപ്പാലത്ത് പഴയ ലക്കിടിയിൽ അകലൂർ റോട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയാണ് മലയാള സിനിമയ്ക്ക് ഒത്തിരി നല്ല നല്ല സിനിമകൾ, അതുപോലെ തന്നെ ഒത്തിരി നല്ല നല്ല നടികളെ വാഗ്ദാനം ചെയ്ത ലോഹിതദാസിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന അമരാവതി ഉള്ളത്. ഞാൻ വന്ന റൂട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഒറ്റപ്പാലത്തേക്ക് ട്രെയിനിനാണ് വന്നത്. ട്രെയിൻ വേറൊന്നുമല്ല, നമ്മുടെ പാലരുവി പോലെ തന്നെ പാലരുവിയാണ്. അപ്പോൾ ദാ എൻ്റെ ബാക്കിൽ കാണുന്നത് ഒരമ്പലമാണ്. ഏത് അമ്പലമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ക്ഷേത്രത്തിന് ഞാൻ കുറേ നോക്കി, ബോർഡ് നോക്കി, പക്ഷെ കണ്ടില്ല. അവിടെ വിജയദശമി മഹോത്സവം എന്ന് പറഞ്ഞിട്ട് ഒരു ബാനർ മാത്രമേ കണ്ടുള്ളൂ. ഇവിടെയും ജനവാസമുണ്ട്. പക്ഷെ നമ്മൾ പഴയ ഒരു 1990 കാലഘട്ടത്തിലേക്ക്, ഒരു 85-90 കാലഘട്ടം, 85 വേണ്ട, 90-95 ആ കാലഘട്ടത്തിലേക്കൊക്കെ വന്ന പോലത്തെ ഒരു ഫീലിങ്സാണ് എനിക്ക് ഈ വഴി ഇങ്ങനെ വരുമ്പോൾ കിട്ടണത്. വീടുകളുണ്ട്. ഒരു വീട് കഴിഞ്ഞിട്ട് കുറച്ച് പറമ്പ്, അത് കഴിഞ്ഞിട്ട് വേറൊരു വീടുകൾ, പഴയ ഈ ഒരു കാവ് അങ്ങനെയുള്ളതാ. ആൾതാമസമില്ലാത്ത കാട് കയറി കിടക്കുന്ന ബറമ്പുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്ഥലം നല്ല രസമുണ്ട്. നഗരത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞൊരു ഗ്രാമപ്രദേശം വേണം ഇനിയുള്ള ജീവിതം ജീവിക്കാനെന്ന് തോന്നുന്നവർക്ക് ഇങ്ങനത്തെ സ്ഥലമൊക്കെ തിരഞ്ഞെടുക്കാം കേട്ടോ. ഇത് സ്ഥലം വരുന്നത് നമ്മുടെ ഒറ്റപ്പാലം പഴയ ലക്കിടിയാണ്. പുതിയ ലക്കിടിയല്ല, പഴയ ലക്കിടി സ്റ്റോപ്പിലിറങ്ങുക. എന്നിട്ട് അകലൂർ മസ്ജിദ് റോഡാണിത്. എനിക്ക് ബസ്സാണ്, നിങ്ങൾക്ക് ഇനി കാറോ 2 വീലറോ എങ്ങനെയും വരാം. ഇനി നിങ്ങൾക്ക് വഴി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ലോഹിതദാസിൻ്റെ വീട് ഏതാണ് ആളുകൾ ചെറുബ്രാന്ന് പറഞ്ഞു തരും. അപ്പം ഞാൻ ദേ വന്ന റോഡെന്ന് പറയുന്നത് ആ റോഡാണ്. ആ റോട്ടിൽ നിന്ന് ഞാനിങ്ങനെ വരുമ്പോൾ ഈ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് താഴത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ റൂട്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്താണ്. അപ്പം ലോഹിതദാസ് റോഡ് എന്ന് തന്നെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ആരോ മാർക്ക് കൊടുത്ത റോട്ടിലേക്ക് താഴത്തോട്ട് ഇറങ്ങുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വനം പോലെയാണ് കേട്ടോ ഈ റോഡ്. ഇങ്ങനെ ഇറങ്ങി വരുമ്പം കണ്ട ശരിക്കൊരു വനം പോലെ തന്നെ എല്ലാ ടൈപ്പ് മരങ്ങളും ഉണ്ട് ഇവിടെ. കാടെന്ന് വെച്ചാൽ 1.5 കാടാണ്. ഒറ്റപ്പാലം വഴി പാലക്കാട് പോകുന്ന ട്രെയിൻ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് വരാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ 10 മണിക്ക് നമ്മുടെ പാലരുവി ഉണ്ടായിരുന്നു. അപ്പോൾ പാലരുവി കയറിയിട്ട് ഞാൻ ഒറ്റപ്പാലത്ത് ഇറങ്ങി. 5 മിനിറ്റ് നടന്നാൽ തന്നെ ബസ് സ്റ്റാൻഡായിട്ടോ. അവിടെ നിന്ന് നമുക്ക് ലക്കിടിക്കുള്ള ബസ് കിട്ടും. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റിൻ്റെ ഉള്ളിലൊരു വീടുണ്ട്. അത് പൂട്ടിയിട്ടേക്കുവാണ്. അതുപോലെ തന്നെ ഈ വഴി ഇങ്ങോട്ട് ഇറങ്ങിയൊരു 20 മീറ്റർ നടക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഇവിടെയും ഒരു വീടുണ്ട്. ഒരു പഴയ വീടാണ്. അതിൻ്റെ ഗേറ്റും പൂട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പഴയ ലക്കിടിയിൽ നിന്ന് പ്രത്യേകം പറയാം, അകലൂരാണെന്നും പറയാം. ഇനി വേണമെങ്കിൽ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ തന്നെ ലോഹിതദാസിൻ്റെ വീട്ടിലേക്ക് പോകാനാണെന്ന് പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. അവർ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും. എന്നിട്ട് പറയും ദാ ഇവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് പൊക്കോളൂ എന്ന് പറയും. ഓട്ടോ വിളിച്ച് പോകാൻ ഇവന്മാരും കാശ് തരാത്തത് കൊണ്ട് ഞാൻ 1.5 കിലോമീറ്ററല്ലേ ഉള്ളൂ. ഞാൻ ചുമ്മാ അങ്ങനെ നാട്ടുന്നു. അപ്പം കഥ പറഞ്ഞിരുന്നപ്പം എനിക്ക് തോന്നുന്നു ഒരു പടിപ്പുര കണ്ടു. ഇതായിരിക്കാം മേ ബി ലോഹിതദാസിൻ്റെ വീടെന്ന് പറയുന്നത്. ഈ വഴിയെ തന്നെ അതെ, ഇത് തന്നെയാണ് ലോഹിതദാസിൻ്റെ വീടെന്ന് പറയുന്നത്. നോക്ക്, എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. പാടാണ്, കാണിച്ചു തരാം. തനി ഒരു ഗ്രാമപ്രദേശം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 1990-95 കാലഘട്ടങ്ങളിലേക്ക് പോയ പോലെ അവിടെ ഒരു അമ്പലമുണ്ട്. ഇപ്പം ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അപ്പം 90 കാലഘട്ടത്തിൽ എന്തായിരിക്കും? അതിൻ്റെ ഉള്ളിൽ ഒരു വീട് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം മനസ്സിലാവുള്ളൂ. ഞാൻ അവിടെ നിന്ന് കാണിച്ച ആ വീട് തന്നെയാണ് കേട്ടോ. ആ വീട്ടിലേക്ക് കയറി പോകുന്ന വഴി അങ്ങനെ 2 സൈഡിലും കാട് വന്നിട്ട് കാണാൻ പറ്റാണ്ട് കിടക്കുവാണ്. ഒന്നാമത് തന്നെ മലയാള സിനിമയുടെ ഈറ്റില്ലമാണ് ഒറ്റപ്പാലം എന്ന് പറയുന്നത്. ഈറ്റില്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? മലയാള സിനിമയെ പ്രസവിക്കുന്നത് ഒറ്റപ്പാലത്താണ്. ഇവിടെ പല സ്ഥലങ്ങളും പല നല്ല സിനിമകളുടെ ലൊക്കേഷനാണ്.
വിശാലമായിട്ടുള്ള വയലും അവിടെ ഒരു അമ്പലമുണ്ട്. പലതരം കിളികളുടെ കളകള ശബ്ദം. എന്താണ്, മയിലാണോ? ഒരുതരം വെറൈറ്റി സൗണ്ട്. ഒരു തനി ഗ്രാമം. ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമുക്ക് നമ്മുടെ സ്ഥലത്തൊക്കെ കാണാൻ കിട്ടുന്നത് തന്നെ വിരളമാണ്. വെറുതെ അല്ല സിനിമാക്കാർ നേരെ പാലക്കാട് ഒറ്റപ്പാലമൊക്കെ വെച്ച് പിടിച്ച് വന്നിക്കണത്. ഇതിങ്ങനെ പൂട്ടിയിട്ടേക്കാണ്. അവിടെ ഒരു കാറ് കിടക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ, അപ്പോൾ ഇത് ലോഹിതദാസിൻ്റെ കാറായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ കാണുന്നത് പടിപ്പുരയാണ്. അതിൻ്റെ അപ്പുറത്താണ് വീടുള്ളത്. പടിപ്പുര അകത്തുനിന്ന് പൂട്ടിയിട്ടേക്കാണോ എന്ന് സംശയമുണ്ട്. ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ നമുക്ക് ഉള്ളിലോട്ട് പോകാമായിരുന്നു. പക്ഷെ ഇപ്പം ആരെയും ഇവിടെ കാണുന്നില്ല. ദാ ഈ വീടാണ് ലോഹിതദാസിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന അമരാവതി. എന്തൊക്കെയോ ഒരു ഫീലിങ്സ്. ഇവിടെ ആൾക്കാർ നടക്കുന്നൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വല്ലാത്തൊരു ഫീലിങ്സാണ് ഈ വഴി ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ. ഏതോ നമ്മളൊരു പഴയൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പഴയ കാലഘട്ടത്തിലേക്കൊക്കെ എത്തപ്പെട്ട പോലത്തെ ഒരു ഫീലിങ്സ്. അവിടുന്ന് വരുമ്പോൾ തന്നെ ഞാൻ കാടെന്ന് പറഞ്ഞ് തോന്നിച്ച സ്ഥലമില്ലേ, അത് തന്നെ സ്ഥലം. എത്ര നല്ല നല്ല സിനിമകൾ, എത്ര മലയാള സിനിമയ്ക്ക് നല്ല നല്ല നായികമാരെ സമ്മാനിച്ച സംവിധായകനായിരുന്നു മഞ്ജു വാര്യർ, മീര ജാസ്മിൻ. പടിപ്പുര കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഫീലിങ്സ്, കണ്ണൊക്കെ നിറയുന്ന പോലെ തോന്നുന്നു. ഞാൻ കുറേ വിളിച്ചു, പക്ഷെ ആരും കേൾക്കുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ആളുണ്ടാകാൻ ചിലപ്പോൾ മേ ബി 2 പട്ടികൾ ഓടി വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയിട്ടോ. ഇവിടെ ഇങ്ങനെ എന്താ നോക്ക്, ഈ പടിപ്പുര കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കമ്പി, ഇങ്ങനെ വല പോലെ വേലിയുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയതായിട്ട് ഭയക്കേണ്ടതില്ല. മൊത്തത്തിൽ ഈ പറമ്പിൻ്റെ ആ സൈഡൊക്കെ കമ്പിയുടെ തന്നെ വലകളാണ്. അപ്പം ഇതാണ് പറമ്പ്. എനിക്കെന്തോ കരച്ചിൽ വരുന്നു ഇവിടെ വന്ന് കാണുമ്പോൾ. ഞാൻ വളരെ ആഗ്രഹിച്ചു വന്നതാണ്. ഇതിനു മുമ്പ് വേറൊരു സ്ഥലത്തും പോയിട്ട് ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടില്ല. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധമല്ലേ. സത്യം പറഞ്ഞാൽ ഈ വീടിൻ്റെ ഒരു അന്തരീക്ഷം വെച്ചിട്ട് ശരിക്കും ഓർമ്മകൾ ഉറങ്ങുന്ന എന്ന് തന്നെ പറയാനാണ് എനിക്കിഷ്ടം. ലോഹിതദാസ് സാറിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന അമരാവതി എന്ന് തന്നെ പറയാനാണ് എനിക്കിഷ്ടം. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കിപ്പം ഒന്നും തോന്നുന്നില്ല. ഒരു വാക്കില്ലാത്ത പോലെ, എന്തോ ഒരു പ്രസൻറ്റ് പോലെയൊക്കെ തോന്നുന്നു. അറിയില്ല, ചിലപ്പോൾ എൻ്റെ തോന്നലാവാം. എനിക്കിങ്ങനത്തെ എന്താ പറയുക, ഈ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു. എന്താണെന്നറിയോ, ഞാനിങ്ങനെ സിന്ധു ചേച്ചിയായിട്ട് സംസാരിച്ചു എന്ന് പറയാനായിട്ട് വന്നപ്പോൾ ആ പടിപ്പുരയുടെ അവിടെ ആരോ മാറുന്ന പോലെ തോന്നി. അതാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയത്. പറഞ്ഞില്ലേ, ഇവിടെ ഇങ്ങനെ കയറുമ്പോൾ വല്ലാത്തൊരു ഫീലിങ്സ്. എന്തെങ്കിലും തുറന്ന് കയറി കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേടിയാണ്. കാരണം ഇനിയിപ്പോൾ സിന്ധു ചേച്ചി ഉണ്ടായാലും ഇതിൻ്റെ ഉള്ളിലോട്ട് വരാൻ പേടി പോലെ ഉണ്ട്. കാരണം എന്താണെന്നറിയോ, അവിടെ 2 പട്ടികളുണ്ട്. വേറെ ഒന്നല്ല പേടി. ഇങ്ങനത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ അവിടെ 2 നാടൻ പട്ടികളാണ്. 2ഉം അജാനും ബാവുക്കളാണ്. പട്ടീനെ എനിക്ക് പേടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ആണ് ലോഹിതദാസ് സാർ ഉറങ്ങുന്നത്. ആളുണ്ടായിരുന്നെങ്കിൽ നമുക്കത് കാണാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആളില്ലാത്ത സ്ഥിതി ആയതുകൊണ്ട് എന്താ ചെയ്യുക. ഓർമ്മകൾ ഉറങ്ങുന്ന അമരാവതി. അതാ ആ കാറിനുണ്ടാവും 100 കഥകൾ പറയാനായിട്ട്. തേങ്ങയൊക്കെ മുളച്ചെടുക്കുന്നു. അറിയില്ല, എത്ര നല്ല നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച ആളുടെ വീട്, എത്ര നല്ല നല്ല നടിമാരെ നമ്മുടെ മലയാളത്തിന് സമ്മാനിച്ച ലോഹി സാറിൻ്റെ വീട്.
വല്ലാത്തൊരു വിഷമത്തോടെയാണ് ഞാൻ ഈ വീടിൻ്റെ പടിപ്പുരയുടെ പടവുകൾ ഇറങ്ങുന്നത്. ലോഹിതദാസ് സാർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. എന്നത്തെയും പോലെ ഒരു വ്ളോഗല്ല എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഇവിടെ വരുമ്പോൾ ആരായാലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോവും.